വീട്ടിൽ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാം. അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് പഴം പൊരിക്കാൻ പോകട്ടെ. നേന്ത്രപ്പഴം കണ്ട അപ്പം എനിക്ക് ഇതുപോലെ നെയ്യിൽ പൊരിച്ച് തിന്നണം. അങ്ങനെ ഞാൻ തൊലിയോട് കൂടി പഴം മുറിക്കും. അപ്പോൾ മുറിക്കുമ്പോൾ പിടിക്കാൻ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. അപ്പോഴത്തേക്ക് കാപ്പി വെക്കാം. എനിക്ക് ചായനേക്കാളും കൂടുതൽ ഇഷ്ടം കാപ്പി കേട്ടോ. എൻ്റെ വലിയമ്മൻ്റെ വീട്ടിൽ എപ്പോൾ പോയാലും ഉണ്ടാവും ഒരു കലം കാപ്പി, നല്ല മധുരം ഇട്ട് വെച്ചത്. എത്ര ആണെങ്കിലും എടുത്തു കുടിക്കാം. വീട്ടിലിപ്പോൾ ഞാനും അനിയനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരധികം ബേക്കറി ഒന്നും വാങ്ങി അങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല. അത് കഴിഞ്ഞ് അത് പൊരിച്ച് നെയ്യിൽ തന്നെ ഞാൻ ബ്രെഡ് ഇട്ടിട്ട് ഇച്ചിരി ക്രിസ്പിയാക്കി പൊരിച്ചെടുത്തു. അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ. അങ്ങനെ അതും കാപ്പിയും കൂടി കുടിച്ചു ഞങ്ങൾ. ഇപ്പോൾ തന്നെ അച്ഛൻ വന്നു. അച്ഛൻ വരുമ്പോൾ എപ്പോഴും എണ്ണക്കടി വാങ്ങിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. ഒക്കെയുള്ള പുതിയ അച്ഛൻ്റെ കയ്യിൽ എന്നും ഉണ്ടാവും കേട്ടോ. അച്ഛൻ കൊണ്ടുവന്ന ബജ്ജിയൊക്കെ തിന്നു. കാബജിയും മുളക് ബജ്ജിയും. ഈ സാധനം കണ്ടിരിക്കണോ ആരെങ്കിലും? പോക്കിമോൻ കാർഡ്. ഇത് ആരുടെ അച്ഛൻ ചോദിച്ചപ്പോൾ പറയാ അച്ഛൻ അപ്പുറത്തുള്ള കുട്ടികളോട് കളിച്ചിട്ട് വാങ്ങിച്ചതാ പോലും. അച്ഛൻ കടിച്ച കാർഡാണ് പോലും. എന്താ അല്ലേ ഇപ്പോഴും കുട്ടികൾ മാറട്ടെ അച്ഛൻ. അതിന് അമ്മ അടുക്കളയിലൊരു സ്വയംഭ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ചിക്കൻ പെരട്ട്, ചിക്കൻ റോസ്റ്റ് എന്താണെങ്കിലും പറയാം. വെള്ളം ഒഴിക്കാണ്ട് അമ്മ ഇങ്ങനെ മസാല ഇട്ടിട്ട് ഇളക്കി ഉണ്ടാക്കിയതാ. നല്ല സോഫ്റ്റ് ആയിരുന്നു. വെള്ളം ഒഴിക്കാണ്ടാണെങ്കിൽ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനക്ക് ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ തൊടുമ്പോഴത്തേനും ഇങ്ങനെ പൊടിയണം.